കേരള മോഡൽ എന്ന വാക്ക് വീണ്ടും അന്വർത്ഥമാവുന്നു. ലോക കേരള സഭയിലൂടെ ഒന്നാം LDF സർക്കാരിന്റെ കാലത്ത് രൂപീകരിച്ച ലോക കേരള സഭയുടെ മാതൃക രാജ്യം ഒന്നടങ്കം ഏറ്റെടുക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാർ 4 വർഷം പൂർത്തിയാവുന്ന വേളയിലാണ് കേരളത്തെ തേടി മറ്റൊരു അംഗീകാരം കൂടി എത്തുന്നത്. ലോക കേരള സഭയുടെ മാതൃക മറ്റു സംസ്ഥാനങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം. ഇതിനായി പരിപാടിയുടെ വിശദാംശങ്ങൾ തേടി മന്ത്രാലയം ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിരിക്കുന്നു. പാർലമെന്ററി സ്ഥിരം സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നടപടി. മറ്റു സംസ്ഥാനങ്ങളിലും സമാനമായ പ്രവാസി കൂട്ടായ്മകൾ നടത്താൻ വിദേശകാര്യ മന്ത്രാലയം മുൻകൈയെടുക്കണമെന്നായിരുന്നു പ്രധാന ശുപാർശ. ഏപ്രിലിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ലോക കേരള സഭയെ പാർലമെന്ററി സ്ഥിരം സമിതി പ്രശംസിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിനകത്തും വിദേശത്തും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലും വസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരായ കേരളീയരുടെ പൊതുവേദിയാണ് ലോക കേരള സഭ. കൂട്ടായ്മയും സഹകരണവും പ്രോത്സാഹിപ്പിക്കുകയും കേരളീയ സംസ്കാരത്തിന്റെ വികസനത്തിന് പ്രവർത്തിക്കുകയുമാണ് സഭയുടെ ലക്ഷ്യം. കേരള സമൂഹവും സംസ്കാരവും ലോകമാകെ വ്യാപിക്കുകയാണ് എന്ന തിരിച്ചറിവാണ് ലോക കേരള സഭ രൂപീകരിക്കാൻ LDF സർക്കാരിന് പ്രേരണയായത്. ഈ ലക്ഷ്യങ്ങളുടെയും ആവശ്യങ്ങളുടെയും എല്ലാം പ്രേരണയിൽ രൂപം കൊണ്ട ലോക കേരള സഭയെ തേടി ഇപ്പോൾ ഒരു അംഗീകാരം എത്തുമ്പോൾ ചിലരൊക്കെ നിരാശരാകുന്നുണ്ട്. എന്ത് വില കൊടുത്തും ലോക കേരള സഭയെ പൊളിക്കണമെന്ന മോഹവുമായി കച്ചകെട്ടിറങ്ങിയ കേരളത്തിലെ പ്രതിപക്ഷത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സർക്കാർ എന്ത് നല്ല കാര്യം ചെയ്താലും അതിനെ എതിർക്കുന്ന UDFും വലതുപക്ഷ മാധ്യമങ്ങളും ലോക കേരള സഭയെയും നഖശികാന്തം എതിർത്തിരുന്നു. പരിപാടിയിൽ നൽകുന്ന ഭക്ഷണത്തെ ചൊല്ലിവരെ അവർ ആരോപണം ഉന്നയിച്ചു. നിയമസഭയ്ക്കകത്തും പുറത്തും UDF പരിപാടിയെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ മുസ്ലിം ലീഗ് അനുകൂല സംഘടനാ പ്രതിനിധികൾ സഭയിൽ പങ്കെടുക്കുകയാണ് ഉണ്ടായത്. പ്രതിപക്ഷത്തിന്റെ ഈ അപവാദ പ്രചരണങ്ങൾക്കെല്ലാം കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നീക്കത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. പ്രവാസി ക്ഷേമത്തിന് അനിവാര്യമാണ് ലോക കേരള സഭ എന്ന സംവിധാനമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ അംഗീകാരം.